ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ലോഗാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. നമുക്കിന്ന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒരു വെഡിങ് റിസപ്ഷനും അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. രണ്ടിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഇത് നമ്മൾ വെഡിങ് റിസപ്ഷന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇടുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. വൈറ്റിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്ന ഒരു ഗൗണാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മാച്ചിങ് ആയിട്ട് ഇടുന്ന ഇയറിങ്സും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടുട്ടു ഇടുന്നത് അവൻ്റെ വിഷുവിൻ്റെ പുതിയ ഡ്രസ്സാണ്, ടീഷർട്ടും ജീൻസും. അങ്ങനെ നമ്മൾ ഫുൾ റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ബൈക്കായതുകൊണ്ട് എന്തായാലും 2 ട്രിപ്പ് അടിക്കണമല്ലോ. അപ്പോൾ ഞാനും അച്ഛനും ടുട്ടും ആദ്യം പോവാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന അമ്മേനെ കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടുട്ടുവിന് പുറത്തിറങ്ങിയിട്ട് ഒരു സംതൃപ്തിക്കുറവ്. അന്നേരത്തിനാണെങ്കിൽ ചൂടെടുത്തിട്ട് ഒരു പരിവായി ഗൈസ്. ബിക്കോസ് കറണ്ട് ഉണ്ടായിരുന്നില്ല. റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കുറച്ച് വേർപ്പൊക്കെ കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഒരു മേക്കപ്പും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പൊട്ട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കറങ്ങി കുറച്ച് ഷോയൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ ആ ഇയറിങ്ങും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനത്ര രസമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരു ഇയറിംഗ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും തൊട്ടും കറങ്ങി തിരിഞ്ഞ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യം അവിടെ ചെന്ന് നോക്കിയിട്ടു. ഇത് 2 ഫോണിലായിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, അമ്മേൻ്റെയും അച്ഛൻ്റെയും. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി കൂടുതലും ഒക്കെ ഉണ്ടാകും. പിന്നെ വീഡിയോസൊക്കെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. അത് 2 ഫോണിൽ നിന്നൊക്കെ സെൻഡ് ചെയ്ത് ഒക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടെ ചെന്നു. പക്ഷെ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി വീട്ടിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വീണ്ടും വന്നു. അപ്പോഴത്തേനും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുട്ടിനേക്കാളും 1 വയസ്സിന് ഇളയതാണ് മാളൂട്ടി, മഹേഷ് മാമൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കാണുമ്പോൾ ഭയങ്കര കമ്പനിയാണ്. ടുട്ടുവിനെ സൂയ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളെ എടുത്തിട്ട് എനിക്ക് നിന്നെ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ബ്രൈഡും ചെക്കനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവരെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ചിലത് അമ്മ വീഡിയോ എടുക്കും, ചിലത് ഞാൻ വീഡിയോ എടുക്കും. ഞങ്ങൾ കാറ്റ് കിട്ടാൻ വേണ്ടി ഫാനിൻ്റെ അടിയിൽ പോയി നിൽക്കുമായിരുന്നു. അവിടെ കസേര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറകിൽ നിന്ന് കുറച്ച് സൂം ചെയ്തിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അവരുടെ കളർ വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ കളറായിരുന്നു. സാരിയും ഷർട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ചെക്കൻ്റെ പേര് സന്ദീപ് എന്നാണ്, ബ്രൈഡിൻ്റെ പേര് കാവ്യ എന്നാണ്. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. നമുക്കും കേക്കൊക്കെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചിരി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നല്ല, ടുട്ടും മാളും കൂടെ ഇവിടെ കിസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കോമഡി ആയിട്ടോ. ഞങ്ങൾക്കും ചിരി വന്നു, അപ്പോൾ തന്നെ അവർക്കും ചിരി വന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറും ചിക്കനും ഒക്കെ ആയിരുന്നു. പിന്നെ ഐസ്ക്രീമും. പുറകിലൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുന്നതുകൊണ്ട് കഴിക്കുന്നതൊന്നും നമ്മൾ അധികം വീഡിയോ എടുത്തില്ല കേട്ടോ. സോ പത്രയുള്ളൂ. ബൈ.